അതാണ് ഓർമ്മ വന്നത്. സലഫിക്കുന്ന് പറ്റിയത് അതാ. നമ്മളെ നാട്ടില് വലിയൊരു പിരാന്തനെ ആൾക്കാരൊക്കെ കൂടി ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു കോമരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ വലിയ ഹൈറ്റും വെയിറ്റുള്ള ഒരു ചങ്ങായി. അപ്പം മൂച്ച് പിരാന്ത ചങ്ങലക്കിട്ട് 5-8 ആളുകൾ കെട്ടിമറിഞ്ഞ് പിടിച്ച്. അപ്പൊ ചെന്നപ്പോ കോമരത്തിന്റെ പേര് ചന്തുട്ടീന. കോമരത്തിന്റെ അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ ചന്തുവായിരുന്നു. അച്ഛൻ മരിച്ചപ്പോ ചികിത്സ പിന്നെ മകനായി, ചന്തുട്ടിയായി. അപ്പോ പിരാന്തനും കൊണ്ട് ഈ 5-8 ആളുകൾ ഉള്ളിക്കിങ്ങനെ കയറിയപ്പോ കോമരൻ മൂപ്പര കയ്യിലുള്ള ആയുധമൊക്കെ എടുത്ത് ഇങ്ങനെ കിലുക്കിയിട്ട് ചോദിച്ചു, അനക്ക് ഇന്ന അറിയോന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇജ് ചന്തുട്ടിയല്ലേ, എന്റെ അച്ഛണ്ടായിരുന്നു ചന്തു, ഓനറിയും ഞാൻ പറഞ്ഞു. അപ്പൊ കോമരൻ പറഞ്ഞു, ഇത് ഇവിടം കൊണ്ട് തീരൂലട്ടോ, ഇത് നിങ്ങൾ വല്ല ആശുപത്രി ചികിത്സയും നോക്കിന്ന് പറഞ്ഞു. സലഫിക്കുന്ന് ആ കോമരത്തിന്റെ അനുഭവമാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ധിക്കാരത്തിന്റെ ഫലാണിതെന്നാണ്. എന്ത് ഉപയോഗിച്ചിട്ട് ധിക്കാരം കാണിച്ചത്? നിങ്ങൾ ലെറ്റർ പേഡും സീരും ഉപയോഗിച്ചിട്ട് ചെയ്തത് എന്താണെന്നറിയോ? മുജാഹിദ് പണ്ഡിതന്മാരെയും പ്രവർത്തകരെയൊക്കെ പുറത്താക്കുക, സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നാ. വല്ല മരത്തിന്റെ മുട്ടിയാ തോന്നും. കത്തൊക്കെ വായിച്ചാൽ, ഇപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുന്ന കത്ത് വായിച്ചാലേ ഞങ്ങളൊക്കെ വല്ല മരത്തിന്റെ മുട്ടിയാ തോന്നും. ആരൊക്കെയെന്നറിയോ? ആരൊക്കെ സംഘടനാ വിരുദ്ധ ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്? ബഹുമാന്യനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഇവർ നല്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയത്. 600-ഓളം പള്ളികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുത്തു. കുവൈത്തിൽ നിന്ന് സലഫികളായ പണ്ഡിതന്മാരും ആദർശ ബന്ധുക്കളുമായ സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ട് അവരെ കയ്യും കാലും പിടിച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന് ഏകദേശം 600-ഓളം പള്ളികൾ, അതുപോലെ തന്നെ കുറെ എസ്റ്റേറ്റുകൾ, പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവിയും മരുമകൻ MM അക്ബറും അടക്കമുള്ളവർക്ക് ദീർഘകാലം ഭീമമായ സംഖ്യ ദഅവത്തിന് വേണ്ടി ശമ്പളം വാങ്ങിക്കൊടുത്തു കുവൈത്തിൽ നിന്ന്. ഈ ഷിർക്ക് 2012 ഉണ്ടല്ലോ, തൗഹീദ് 2012, അത് സമ്മതിക്കാത്തതിന്റെ പേരിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഔട്ട്. പിന്നെ പുറത്താക്കിയിട്ട് കത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാ തിരക്കടില്ല. നമ്മളെ മങ്കടുണ്ട് ഒരു കാക്ക, അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന കാക്ക എന്ന് എല്ലാരും വിളിക്കുക. ഏപ്പിന്റെ അതേ പ്രായമുള്ളൊരു മനുഷ്യൻ. മൂപ്പർക്ക് കത്ത് വന്നതിൽ താങ്കൾ നിരന്തരമായി സംഘടനാ വിരുദ്ധവും ആദർശ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി പരാതികൾ കിട്ടുകയും അത് ശരിയാണെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ ഇത്രാം തീയതി കൂടിയ സംസ്ഥാന ഭരണസമിതി യോഗം താങ്കളെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അന്വേഷണ വിധേയമായി നീക്കം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇത്രാം തീയതി MT അബ്ദുൽ സമദ് പിന്നെ സുല്ലമി മുമ്പാകെ വിശദീകരണം വിചാരണക്ക് ചെല്ലും വേണം. കാക്കാവ് വായിച്ചിട്ട് പറയാം, എനിക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ തന്നെ ഇപ്പൊ വയ്യ, പിന്നെ ഇപ്പൊ ഞാൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. ഒരു വയസ്സ്. പക്ഷെ ആ കാക്ക ഈ അബ്ദുറഹ്മാൻ സലഫി മങ്കട വന്നിട്ട് ഗ്രൂപ്പ് യോഗം നടത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തു, മണ്ഡലം കമ്മിറ്റി പരാതി കൊടുത്തു, മങ്കട മണ്ഡലം കമ്മിറ്റി. ഒരു നടപടി ഉണ്ടായില്ലല്ലോ. APയുടെ കയ്യിനെന്താ വേറുണ്ടോ അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ഒരു അന്വേഷണം നടത്താനും മൂപ്പർക്കെതിരെ ഒരു ഒപ്പിട്ട് കൊടുക്കാനും? അത് മാത്രമല്ല, ഈ പുറത്താക്കലിൽ ഒരു നീതി ഉണ്ടോ? ബഹുമാനായ AP ഒന്ന് പറയട്ടെ, TP ഒന്ന് പറയട്ടെ. ഈ പുറത്താക്കലിൽ ഒരു ചെറിയ നീതി വേണ്ടേ? TP AP എന്താ കരുവള്ളി മുഹമ്മദ് മൗലവിയെ പുറത്താക്കാത്തത്? കരുവള്ളി ഈ അടുത്ത് മാധ്യമം പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണോ സംഘടനാ പ്രവർത്തനമാണോ? തൗഹീദിൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആരും ഇവിടെല്ല എന്നും എല്ലാവരും ഒരുമിച്ച് പോകണമെന്നും പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നും സംഘടനയെ ഒരു ഉപജാപക സംഘം ഹൈജാക്ക് ചെയ്തുവെന്നും ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കരുവള്ളി. എന്തേ പുറത്താക്കാത്തത്? ഉസ്മാൻ മദനിയെ പുറത്താക്കാൻ എന്നോ തീരുമാനിച്ചതാണല്ലോ. എറണാകുളത്ത് ചേർന്ന ഈ കോക്കസിന്റെ QHLSന്റെ സംഗമത്തിൽ അന്ന് അവിടെ വെച്ച് നടന്ന പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചതാണ് ഉസ്മാൻ മദനിയെ പുറത്താക്കാൻ. ഇതുവരെ കത്ത് ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ. എന്തേ കാരണം? ഈ പുറത്താക്കലിൽ ഒരു നീതി വേണ്ടേ? അത് മാത്രവുമല്ല, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെ പുറത്താക്കെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് TP ഇപ്പോ അഭിമുഖം നടത്തുക വിചിന്തനത്തിൽ. എന്താണ് കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെ ചെയ്തതെന്നറിയോ? പുറത്താക്കി എന്ന് പറഞ്ഞത് ശരിയല്ല. ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ നീണ്ട അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞുള്ള ഈ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നിട്ട് എന്ന് മുതലാ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ അസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? എന്നാൽ TP AP ചോദിക്കട്ടെ, നിങ്ങളോട് ബഹുമാനപൂർവ്വം ചോദിക്കട്ടെ. സലഫി ഇന്ന് സംവാദത്തിൽ പറഞ്ഞതുപോലെ തന്നെ
എന്റെ ഒച്ച ലേശം കൂടുന്നത് ആ വിഷയത്തോട് എനിക്കുള്ള പ്രതിബദ്ധത കൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിട്ടല്ല. നീണ്ട കാലത്തെ ഒരു പ്രധാനപ്പെട്ട സെക്രട്ടറിയുടെ അസാന്നിധ്യം കാരണം ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മൂപ്പരെ മാറ്റിയേ ഉള്ളൂ. പറപ്പൂർ ഇപ്പോഴും KNM സംസ്ഥാന ഭരണസമിതി അംഗമാണ്. അപ്പൊ പറപ്പൂർ ഇപ്പൊ ഞങ്ങളെ പരിപാടിയിലൊക്കെ സംബന്ധിക്കണം നിങ്ങളാരും കേട്ടിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലേ? എങ്ങനെ ഇപ്പോഴും പറപ്പൂര് KNM സംസ്ഥാന ഭരണസമിതി അംഗമായത്? എന്താണ് ആദർശവിരുദ്ധ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം? അതൊന്ന് പറയണല്ലോ. നിങ്ങൾ സംശയം അടിയങ്ങളുടെ സംശയം ചോദിച്ചു പോകുകയാണ്. അത് മാത്രമല്ലല്ലോ, ഈ നീണ്ട അസാന്നിധ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരാം. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു തമാശ ഉണ്ട്. തൗഹീദും ശിർക്കും മാറ്റി പറഞ്ഞതിന്റെ പേരിലാണ് AP അത് പറഞ്ഞത്. ഇപ്പൊ തൗഹീദും ശിർക്കും മാറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ APയോടും കൂട്ടരോടും ചോദിക്കട്ടെ, ആ രോഗം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് പറഞ്ഞ ആ രോഗം നിങ്ങളെ എല്ലാവരെയും പിടികൂടിയോ? ജമാഅത്തിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞു, പണ്ട് വോട്ട് ചെയ്യലും അനിസ്ലാമിക ഗവൺമെന്റിന്റെ ജോലി സ്വീകരിക്കലും ഷിർക്കാണ് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അതിന് മൂപ്പര് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മാനസിക രോഗിനെ പണ്ട് ഡോക്ടർ എടുത്തു കൊണ്ടുപോയി. എന്നിട്ട് ഡോക്ടറോട് ഈ രോഗി പറഞ്ഞു, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഉടനെ മറക്കുകയാണ് സർ, വലിയ മറവിയാണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എത്ര കാലമായി നിങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയിട്ട്? അപ്പൊ രോഗി തിരിച്ചു ചോദിക്കുക, അസുഖോ? ഏതസുഖം? ഈ മറവി ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ മറവി ആർക്ക് മറവി? സുഹൃത്തെ, നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞ ഈ അസുഖം ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ചെയ്താലും ഉടനെ അത് മറക്കണമെന്ന് പറഞ്ഞല്ലോ, ആ അസുഖം തുടങ്ങിയത് എന്നാണെന്നാ ചോദിച്ചത്. എന്ത് മറവി ഞങ്ങൾ ഈ പറയുന്നത്? ആർക്ക് മറവി? എനിക്കോ? ആര്? രോഗി. ജമാഅത്തിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞത് ഇപ്പൊ നല്ല ഫിറ്റാണ്, രണ്ടു നിലക്കും ഫിറ്റാണ്. ജമാഅത്തിനെ കുറിച്ച് മൂപ്പര് പറയാൻ കാരണം തൗഹീദും ശിർക്കും മാറ്റി പറഞ്ഞപ്പോഴാ. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴോ ഞങ്ങൾക്ക് നല്ല അഭിമാനത്തോടു കൂടി നിന്നിട്ട് ചോദിക്കാം APയോട്, ഈ രോഗം താങ്കളെയും ഈ വാടകപ്രസംഗകർ എന്ന് KNM ബഹുമാന്യനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന PK അഹമ്മദ് സാഹിബും പറഞ്ഞ ആ വാടകപ്രസംഗകർക്കും താങ്കൾക്കും TPക്കും ഈ രോഗം പിടികൂടിയോ? എന്താ ഈ ആദർശവിരുദ്ധ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആർക്കും ബാധകല്ലേ? എല്ലാവർക്കും ഒരുപോലെയല്ലേ ബാധകാകുക? ഇനി ഞാൻ ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല. നീണ്ട കാലത്തെ അസാന്നിധ്യം പറപ്പൂരിനെ കുറിച്ച് പ്രയോഗിച്ചല്ലോ TP. ഇതിനു മുമ്പ് ഒരു ടേമിൽ 3 കൊല്ലക്കാലം അബ്ദുറഹ്മാൻ സലഫിയെ സംസ്ഥാന ദഅവത്ത് വകുപ്പ് ഏൽപ്പിച്ചിട്ട്, അബ്ദുറഹ്മാൻ സലഫി ഒരു ടേമിൽ, കഴിഞ്ഞതിന്റെ മുമ്പല്ല അതിന്റെ മുമ്പത്ത് 3 കൊല്ലക്കാലം KNM സംസ്ഥാന ദഅവാ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് ഏൽപ്പിച്ചിട്ട് അത് ഏറ്റെടുത്തോ AP? നിങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്നോട് അദ്ദേഹത്തിന്റെ ധിക്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ AP? 3 കൊല്ലക്കാലം KNM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, ദഅവത്ത് വകുപ്പിൽ നിന്ന്, ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറിമാർക്കും ജില്ലാ ഭാരവാഹികൾക്കും മണ്ഡലം സെക്രട്ടറിമാർക്കും മണ്ഡലം ഭാരവാഹികൾക്കും ഒക്കെ അറിയാം, ഒരു കടലാസിലെ കഷ്ണം വന്നിട്ടുണ്ടോ? ഒരു സർക്കുലർ വന്നിട്ടുണ്ടോ? APയുമായുള്ള കുശുമ്പ് കാരണം അന്നത്തെ നീണ്ട അസാന്നിധ്യം, ഒരു ടേം കാലം മുഴുവൻ ദഅവത്ത് വകുപ്പിന് സെക്രട്ടറി ഇല്ലാത്ത കാലം KNM വന്നിട്ട് എന്തേ ഈ വിദ്വാനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത്, ഒരു അന്വേഷണവും നടത്താതിരുന്നത്? എന്താണ് നിങ്ങളുടെ ആദർശവിരുദ്ധ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ മാനദണ്ഡമെന്ന് നിങ്ങൾ പറയണം. എന്നിട്ടിപ്പോ TP അഭിമുഖത്തിൽ പറയാ, മൂപ്പരെപ്പോഴും സംസ്ഥാന ഭരണസമിതി അംഗം തന്നെയാണ്. എന്തേ പറ്റിയത്? അത് മാത്രമല്ല, കരിവള്ളിന്റെ കാര്യത്തിൽ മൂപ്പര് പറയാ, കരിവള്ളിനോട് ഇപ്പോഴും നമുക്കൊക്കെ വലിയ സ്നേഹമാണ്, വലിയ ബഹുമാനാണ്. ഇന്നും അദ്ദേഹം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാനിത് വായിക്കുന്നത്, ഇന്നും അദ്ദേഹം KNM വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനാണ്. അതെന്തേ പറ്റിയത്? ആരും ശുർക്കണില്ല നമ്മളെ കൂട്ടത്തിൽ നിന്ന് കരിവള്ളി പറഞ്ഞിട്ട് മൂപ്പര് ഇന്നും എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെയർമാനായി അതേ സ്ഥാനത്ത് തുടരുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഏതായാലും സംവാദം ഒന്നിന്ന് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സംഘടനാ വിഷയത്തിലൊരു സംവാദം കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് ഫൈസൽ മുസ്ലിയാർ അല്ല വെല്ലുവിളിക്കുന്നത്, ഞാനാ വെല്ലുവിളിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫി വരുമോ? സംവാദവും അതുപോലെ വ്യവസ്ഥയും കരാറും കണ്ടീഷനും ഒക്കെ ഞാനും നിങ്ങൾ ഒറ്റക്ക് കൂടിയിരുന്ന് തയ്യാറാക്കിയാൽ, നിങ്ങൾ കുട്ടികളെ എടുത്ത് എഴുത്തു കൊടുത്തേക്കാം, ആ പരിപാടിയില്ല. ഞാൻ നിങ്ങൾ ഒറ്റക്ക് കൂടിയിരുന്നിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് വരാം സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ. വിഷയം ആദർശമല്ല, സംഘടന. സംഘടനാപരമായ കാര്യത്തിൽ ഒരു സംവാദം നമ്മൾ നടത്തണം. ഇതും ഒരു വെല്ലുവിളി തന്നെയാണ്.
താങ്കൾ തയ്യാറാകുമോ സംഘടനാപരമായ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ? എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ പറയോ 100 എണ്ണം എണ്ണി ചോദിക്കാൻ സാധിക്കും. ഇനി വാടക പ്രസംഗകർ എന്ന് നമ്മുടെ പ്രസംഗകരെ കുറിച്ച് പറഞ്ഞ പി കെ അഹമ്മദ് സാഹിബിനെതിരെ വല്ല നടപടിയെടുത്തോ? എന്താണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം? അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇന്ന് നടന്ന സംവാദത്തെക്കുറിച്ചും അവിടെ നമ്മുടെ പ്രമുഖനായ മുജാഹിദ് പ്രസ്ഥാനത്തെ ശിർക്കിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, ഇനി മൂപ്പര കാലം കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഗതി എന്താവുന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഇപ്പൊ പ്രസ്ഥാനത്തിന് ആകെ രക്ഷപ്പെടുത്തിയത് അബ്ദുറഹ്മാൻ സൽഫിയാണ്. കാരണം എന്താ പറയുക, എത്ര വലിയൊരു അപകടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ ചെന്ന് ചാടിയത്. നമ്മളെല്ലാവരും ശിർക്കിലല്ലേ, ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ശിർക്കിലെ, ആ ശിർക്കിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തിയത് അബ്ദുറഹ്മാൻ സൽഫിയാണ്. ഇപ്പൊ രക്ഷപ്പെടുത്തിയതിന്റെ കോലം മൂപ്പര് പള്ളർച്ചണ്ട് അനുഭവിച്ചു. ഈ സലഫിയെന്നെ രക്ഷപ്പെടുത്തട്ടെ, വേറെ ആരും രക്ഷപ്പെടുത്തേണ്ടെന്ന് എ.പി. വിചാരിച്ചു. കാരണം ഈ ശിർക്കിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോയാൽ ആരാ രക്ഷപ്പെടുക, ആരാ മുങ്ങിയിട്ട് ജീവൻ പോകുക എന്നുള്ളത് എ.പിക്ക് നന്നായി അറിയാം. അതേതാ മുതൽ നിങ്ങൾക്കറിയോ? മുണ്ടാതിരുന്നിട്ട് എല്ലാ കാര്യം അവസാനം ഈ സാധുവിനെ ഇന്ന് കൊണ്ടുവന്ന് ചാടിച്ച കുഴി നോക്കി നിങ്ങൾ. എന്തേ ഈ ജൗഹറും ഈ ആരിഫ് സൈനും ഒക്കെ ഇത്ര കാലം ഇവിടെ അല്ലായിരുന്നോ? ഇന്നത്തെ സംവാദത്തിന് എന്തൊരു താല്പര്യമായിരുന്നു ജൗഹറിനൊക്കെ അല്ലേ? മുമ്പ് ഇവിടെ നടന്ന കുറെ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഈ വാപ്പാനി മക്കളി നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്താണെന്നറിയോ, ഈ സാധുവിനെ ആകെ എരപ്പാക്കണം. അവരെ ആ കുതന്ത്രത്തിന് മുമ്പിൽ വളരെ വലിയ ബുദ്ധിജീവിയായ വിദ്വാനായ സലഫി കുടുങ്ങിപ്പോയി. അതിവളവിന് അരി അങ്ങാടിയിൽ നിന്ന് പറയലില്ലേ, സലഫി നിങ്ങൾ കുടുങ്ങാൻ പോകണേ ഉള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ പറയുന്നില്ല. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരാളും ഇന്ന് നടന്ന സംവാദത്തിന്റെ CD ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാത്തവരായിട്ട് നമ്മളെ കൂട്ടത്തിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പരിപാടി നടത്തുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഈ CD പ്രദർശിപ്പിച്ച് കുടുംബസമേതം കണ്ട് വിഷയം നന്നായി പഠിക്കണം. നമ്മളൊക്കെ പരമാവധി ഈ CD നമ്മുടെ ആളുകളുടെ കയ്യിൽ എത്തിക്കണം. വിഷയം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് സലഫി അവിടെ പറഞ്ഞതനുസരിച്ച് മൂപ്പര് ചിലപ്പോൾ നാളെ മുതൽ കത്ത് കൊടുത്തേക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? കത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വിഷയങ്ങളിൽ സംവാദം നടത്താൻ. ആർക്ക്? ഫൈസൽ മുസ്ലിയാർ. അപ്പൊ ഫൈസൽ മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഈ സംവാദത്തിന് വ്യവസ്ഥയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. 10 മിനിറ്റ് ഇങ്ങൾക്കും 5 മിനിറ്റ് എനിക്കും ആയാലും വേണ്ടില്ല. 10 പ്രസംഗിച്ചതാണല്ലോ. ഇനി നടത്താൻ പോകുന്ന സംവാദങ്ങളിൽ ഞങ്ങൾക്കും വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, എടുത്തു കൊടുത്തയച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള വിഷയങ്ങളിൽ സംവാദം നടക്കും എന്ന് സലഫിയുടെ വാക്ക് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ എനിക്ക് എന്താ പറയാ, എനിക്ക് തോന്നണില്ല സലഫി ഇനി സംവാദം കേൾക്കുമ്പോഴേക്ക് എന്താ മൂപ്പർക്ക് സംഭവിച്ചു പോകുക എന്നുള്ളത് അള്ളാഹു കാക്കട്ടെ. ഏതാനും കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല, ഫൈസൽ മുസ്ലിയാർ വിശദീകരിക്കും. ഇവിടെ വീണ്ടും പറയാനുള്ളത്, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കിടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ വിഷയത്തിന്റെ. എന്നിട്ട് ഇന്ന് അവിടുന്ന് തോന്നിയാസം വിളിച്ചു പറയാം മൂപ്പര്. എന്തൊക്കെ ഫൈസൽ മുസ്ലിയാരെ പറ്റി പറഞ്ഞാരോ? നുക്തുഫ, അറബിയിലൊക്കെ നുക്തുഫ എന്നൊക്കെ മൂപ്പര് പ്രയോഗിക്കുള്ളൂ, അതിന്റെ മലയാളം മൂപ്പര് പറയില്ല. അതായത് ഫൈസൽ മുസ്ലിയാരൊക്കെ എന്താ, പക്ഷെ ഫൈസൽ മുസ്ലിയാര് അതിന് ഞാൻ വിചാരിക്കാത്ത മറുപടിയാണ് പറഞ്ഞു, പള്ള നിറച്ച മറുപടി. അതിൽ സംശയമുള്ള പോലെ പാസ്പോർട്ടിലൊക്കെ അതിന്റെ സൂചനകളൊക്കെ കാണുന്നുണ്ട്. എന്റെ വാപ്പാന്റെ വിഷയത്തിൽ അത് ആരാണെന്നുള്ള വിഷയത്തിൽ എനിക്ക് സംശയമില്ല. ഞാനും എന്റെ വാപ്പിയും തമ്മിൽ ആദർശ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം പിതാവ് മൂപ്പരനല്ലേ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് സംശയമുള്ള പാസ്പോർട്ടിലൊക്കെ ഇപ്പോ മുമ്പില്ലാത്ത പേരൊക്കെ കാണുന്നുണ്ട്. നാട്ടുകാർക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ ധാരണ തിരുത്തിക്കോട്ടെ എന്നുള്ള നിലക്ക് ആയിരിക്കും എന്ന് ഫൈസൽ മുസ്ലിയാർ മറുപടിയും പറഞ്ഞു. പിന്നെ മൂപ്പര കേസും മൂപ്പര വിജിലൻസും മൂപ്പര പാസ്പോർട്ടും മൂപ്പര കള്ളക്കേസ്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ നല്ലൊരു പ്രാർത്ഥനയും, അത് കള്ളക്കേസാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തട്ടെ അതിൽ നിന്ന് ഒരു പ്രാർത്ഥന. ഇതിലേറെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ പാസ്പോർട്ട് മൂപ്പർക്ക് 2 അല്ല 5 എന്നാ പറഞ്ഞത്. 5 ഉണ്ട് പാസ്പോർട്ട്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, അതെന്നാ ഷുക്കൂർ സലാഹി അറിയില്ല, ഓന് 2 ഉള്ളതേ അറിയുള്ളൂ.
അതുകൊണ്ടാണോ 2 ഉണ്ടെന്ന് പ്രസംഗിച്ചത്. അത് കേട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. 3 എടുത്ത ഇവർ ആ കുട്ടിനോട് മുണ്ടിട്ടില്ലല്ലേ എന്ന് മൂപ്പരും പറഞ്ഞു. ചില ആളുകളെ സ്വഭാവം മനസ്സിലിരിപ്പ് നാവിലൂടെ അറിയാതെ പുറത്തേക്ക് വരും. അങ്ങനെ ഒന്ന് വന്നൊരു സംഗതിയാണ് 5 ഉണ്ട് പാസ്പോർട്ട്. ധിക്കാരം നോക്കി നിങ്ങൾ. സുഹൃത്ത് അനസിന്റെ നാവിലൂടെ ഒരു വാക്ക് പുറത്തു വന്ന എന്താണെന്ന് നിങ്ങൾ കേൾക്കണോ? പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടിയെല്ലാം കഴിഞ്ഞ് അനസും നാസർ സുല്ലമിയും ഹനീഫും ഞങ്ങളൊക്കെ ലോക്യം പറഞ്ഞ് അപ്പോ ഫൈസൽ മുസ്ലിയാർ അടുത്ത് വന്നിട്ട് അനസ് മുസ്ലിയാർ കൈയൊക്കെ കൊടുത്തിട്ട് കണ്ടിട്ട് കുറെ കാലായി എന്ന് പറഞ്ഞപ്പോ ഫൈസൽ മുസ്ലിയാർ ഒരു ചെറിയ മറുപടി, ഈ അഭൗതികമായതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളെ കൂട്ടത്തിലൊരു സുഹൃത്ത് ചോദിച്ചു, ഇതിനൊക്കെ നിൽക്കേണ്ടിയിരുന്നോ? ഈ അടങ്ങേറിനൊക്കെ നിൽക്കേണ്ടിയിരുന്നോ? വേണ്ടാത്ത പണിക്ക് പോകേണ്ടിയിരുന്നോ? അപ്പോ അനസ് മുസ്ലിയാരെ നാവെന്ന് വന്ന മറുപടി കേൾക്കണം നിങ്ങൾക്ക്. അത് ഫിത്രത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലക്കാണ് മറുപടി. മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിലാണല്ലോ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കണതെന്ന് റസൂല് പറഞ്ഞത്. ആ ഫിത്രത്തിന്റെ ഭാഗം എന്നുള്ള നിലക്കായിരിക്കണം. അതൊക്കെ ഇപ്പൊ ഒരു വാശിയല്ലേ? അനസ് പറഞ്ഞതാ. എങ്ങനെയുണ്ട്? അപ്പൊ അതാണ് സംഭവം. ഈ വാശിയും വീറൊക്കെ എന്തിനാ മക്കളെ? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്കിങ്ങനെ തോന്നിയിരുന്നു. എന്നോട് എന്റെ സുഹൃത്ത് ഉമർ ഫൈസലൊക്കെ പറഞ്ഞു, എന്തിനാണ് ഫൈസൽ മുസ്ലിയാർ ഇങ്ങനെ വാദപ്രയോഗത്തിന് വെല്ലുവിളിക്കുന്നത്? ഇന്നാ എനിക്കത് ശരിക്കും മനസ്സിലായത്. വെറുതെ ഒന്നല്ല ഈ സാധനം. മൂപ്പരെങ്ങനെ ചെല്ലിനോടത്ത് മുഴുവൻ ഞാൻ വെല്ലുവിളിച്ചതിന്റെ പേരിലുണ്ടായതും സലഫി പറഞ്ഞതും അതിന് പറഞ്ഞ മറുപടിയും അവസാനം മൂപ്പര് കൊണ്ടുവന്നിട്ട് പത്തപ്പിരത്തിട്ടിട്ട് അങ്ങോട്ട് കുടുക്കി. അല്ലേ? എന്തൊക്കെ വ്യവസ്ഥകള് നിങ്ങൾ ആലോചിച്ച് നോക്കി. മധ്യസ്ഥന്മാർ 15 ഓഡിയൻസ് പത്തപ്പിരിയം സ്വദേശികളാകണം. അവസാനം ഞാൻ സംശയം പറഞ്ഞു, ഈ പത്തപ്പിരിയം സ്വദേശികൾ എന്ന് പറഞ്ഞ് വരുമ്പോ വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റ് ചോദിക്കുവാ ഇനി. കാരണം ഇയാൾ പത്തപ്പിരിയം സ്വദേശിയാണെന്ന് തെളിവ് വേണ്ടേ? എന്നിട്ട് എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ 15 ആള് പത്തപ്പിരിയത്തെങ്കിൽ പത്തപ്പിരിയത്തേര് സമ്മതിച്ചു. പിന്നെ സമയം അങ്ങനെയാകണം അങ്ങോട്ടാകണം ഒക്കെ സമ്മതിച്ചു. അവസാന നിമിഷത്തൊക്കെ പറഞ്ഞിട്ടും സംഗതി രക്ഷപ്പെടൂലാന്ന് തോന്നിയപ്പോ 2 മധ്യസ്ഥന്മാരും പത്തപ്പിരിയത്തരാകണം. അത് ഞങ്ങളെ മധ്യസ്ഥന്മാരെ ഞങ്ങൾ കൊണ്ടുവരും, നിങ്ങളെ മധ്യസ്ഥന്മാരായിട്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടിയാണ് കൊടുത്തു. ഞങ്ങളൊക്കെ അപ്പോഴും സംശയിച്ചു, ഇനി അത് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ അവിടുത്തെ എന്താ പറയാൻ പോണെന്നറിയോ? പത്തപ്പിരിയത്തുകാരനായ ഫൈസൽ മുസ്ലിയാർ വരണം. സംവാദത്തിൽ സംസാരിക്കാൻ പത്തപ്പിരിയത്തുകാരനായ ഫൈസൽ മുസ്ലിയാർ എന്നെ വരണമെന്നും പറയും. അപ്പൊ പിന്നെ ആദ്യം ഫൈസൽ മുസ്ലിയാർ അവിടുന്ന് മൂപ്പര് കുറ്റിയും പറിച്ചു പോകുന്ന മാതിരി തന്നെ ഫൈസൽ മുസ്ലിയാർ അവിടുന്ന് വേങ്ങരെന്നൊക്കെ പുതുപ്പറമ്പെന്നൊക്കെ പോന്ന് പത്തപ്പിരിയത്ത് വന്നു കൂടി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടേ സംവാദം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നാളെ മുതൽ സലഫി അടുത്ത സംവാദത്തിനുള്ള കത്ത് കൊടുത്തേക്കും എന്ന് മൂപ്പര് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഞാൻ കത്ത് കൊടുത്തേക്കാം, വ്യവസ്ഥ തയ്യാറാക്കിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ എഴുതാ, ചെയ്യാ, പറയാ, സംസാരിക്കാ, സംവാദം നടത്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്ന് നമുക്ക് ഏതായാലും നമ്മൾ പഠിക്കാൻ ഒരുങ്ങുക. അവസരങ്ങൾ എമ്പാടും നമ്മുടെ മുമ്പിലുണ്ട്. 1-2 പരിപാടികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി, ഈ കൂടിയിരിക്കുന്നവർ മുജാഹിദ് പ്രവർത്തകരാണ് അധികവും. ഈ ബുധനാഴ്ച അഥവാ ഇന്ന് തിങ്കൾ, മറ്റന്നാളെ ബുധനാഴ്ച മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് 4 മണിക്ക് സാമുദായിക ഐക്യം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തെ സംബന്ധിച്ചൊരു സെമിനാർ നടക്കുന്നുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി, കെ സക്കരിയ സലാഹി, CP സലീം, കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് തുടങ്ങിയ പ്രമുഖരായ പണ്ഡിതന്മാരും KPA മജീദ് പോലെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിക്കുന്ന ആ സെമിനാറിൽ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണം. വർക്കിംഗ് ഡേ ആണ് എന്ന കാര്യം നമുക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റ് ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് ആ പരിപാടി അന്ന് തന്നെ നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. എല്ലാവരും കൃത്യം 4 മണിക്ക് മലപ്പുറം കുന്നമ്മലുള്ള മുനിസിപ്പൽ ടൗൺ ഹാളിൽ എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി കാരക്കുന്ന് 34-ൽ മുജാഹിദ് ആദർശവും പുതിയ വിവാദങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് സക്കരിയ സലാഹി പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പരിപാടിയിലേക്കും ഈ നാട്ടിലുള്ള എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ പുലാമന്തോളിൽ വെച്ച്, പുലാമന്തോൾ ടിയമ്പുരം എന്ന സ്ഥലത്ത് വെച്ച് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂരും സക്കരിയ സലാഹിയും 30/11/2013 ഈ 30-ാം തീയതി ശനിയാഴ്ച 6:30 പൊതു പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്കും അതുപോലെ 1-ാം തീയതി ഡിസംബർ 1-ാം തീയതി
എടവണ്ണപ്പാറയിൽ വെച്ച് ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം ഈ പരിപാടികളിലൊക്കെ സംബന്ധിച്ച് ദീനിയായ വിഷയങ്ങൾ വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇനി സംസാരിക്കാനുള്ള അബ്ദുൽ മാലിക് സലഫിയെ സാദരം ക്ഷണിക്കുകയാണ്. തീർന്നിട്ട് എല്ലാവരും പോകാവൂ. ഫൈസൽ മുസ്ലിയാരെ സംബന്ധിച്ച് ഇനി ഇന്ന് കൂടുതൽ സമയം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. എങ്കിലും കുറഞ്ഞ സമയം 4-5 മണിക്കൂർ നിന്നിട്ട് അതും ഫൈസൽ മുസ്ലിയാർ എന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒച്ചയിലൊക്കെ പറഞ്ഞു നോക്കിക്കണ്. കാരണം മറുഭാഗത്തുള്ള ആള് ഒച്ച കൊണ്ട് വല്ലതും നേടാൻ പറ്റുമോയെന്ന് നോക്കണത് മുഴുവൻ. നടക്കൂല മുസ്ലിയാരെ, പറ്റൂല മുസ്ലിയാരെ എന്നൊക്കെ പറഞ്ഞ മൈക്കൊക്കെ ആകെ പൊട്ടിത്തെറിച്ചു പോകുമെന്ന് തോന്നിപ്പോവുക. അപ്പൊ ഫൈസൽ മുസ്ലിയാർ തന്നെ 4-5 മണിക്കൂർ ഇന്ന് തൊണ്ട പൊട്ടിച്ച് സംസാരിച്ചതുകൊണ്ട് വളരെ കുറച്ച് മൂപ്പര് സംസാരിക്കുള്ളൂ. അബ്ദുൽ മലിക് സലഫി സംസാരിക്കും. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ചെറിയ കലക്ഷൻ, ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ചിലർ ചിരിക്കാൻ തുടങ്ങിയിരിക്കണം. കാരണം പിരിവാണ് വരാൻ പോകണമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണ്. അവനവന്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങളെടുത്ത് വരുന്ന ബക്കറ്റിൽ ഇടണം. കാരണം നമ്മളെ കയ്യിൽ സംഘടനയില്ല, സ്വത്തില്ല, സ്ഥാപനങ്ങളില്ല. ആകെ ഉള്ളത് എന്താണ്? റഹ്മാനായ റബ്ബും പിന്നെ നമ്മളെ വിലപ്പെട്ട നമ്മുടെ ആദർശവുമാണ്. ആ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം, അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിക്കാനും റഹ്മാനായ നാഥൻ നമുക്കേവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധ്യക്ഷന് വേണ്ടി സംസാരിക്കാനായി അബ്ദുൽ മലിക് സലഫിയെ സാദരം ക്ഷണിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.